നമസ്കാരം, എൻ്റെ പേര് ജോൺ ജോർജ്. ഞാൻ ഇന്ത്യൻ റെയിൽവേയിലെ മധുര ജംഗ്ഷൻ സ്റ്റേഷനിൽ സ്റ്റേഷൻ മാസ്റ്ററായിട്ട് വർക്ക് ചെയ്യുകയാണ്. ചെറുപ്പം മുതലേ എനിക്ക് ഒരാഗ്രഹമായിരുന്നു എനിക്കൊരു സർക്കാർ ഉദ്യോഗത്തിലേക്ക് എത്തണമെന്നുള്ളത്. അതിനുവേണ്ടി ഞാൻ ഒത്തിരിയേറെ കഷ്ടപ്പെടുകയൊക്കെ ചെയ്തു. എന്നാൽ എനിക്കതിലേക്ക് എത്താനായിട്ട് ഞാൻ ഒത്തിരി ബുദ്ധിമുട്ടി. അവസാനം ഞാനത് നേടിയെടുത്തു. ഞാനിപ്പം അതിലങ്ങേയറ്റ അഭിമാനമുണ്ട് ഞാനിപ്പോൾ നിൽക്കുന്ന ഒരു പൊസിഷനിൽ. 2019 ഞാൻ RRBയിലേക്ക് തിരിയുന്നത്. 2019 എനിക്ക് ആ നോട്ടിഫിക്കേഷൻ വന്നത്. ആ ഒരു സമയത്ത് കോവിഡ് വന്നത് കാരണം എനിക്ക് കുറച്ച് വൈകേണ്ടി വന്നു. എക്സാമൊക്കെ ഒന്ന് വരാനായിട്ട് കുറേ വൈകി. 2021 ആദ്യമായിട്ട് എക്സാം വരുന്നത്. അപ്പോൾ ആ സമയത്ത് എക്സാം എഴുതിയപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു അതെങ്ങനെ ആകുമെന്നുള്ളത്. പക്ഷേ അതെനിക്ക് അന്ന് കിട്ടി. അപ്പോൾ എനിക്ക് കുറച്ചുകൂടി കോൺഫിഡൻസ് ആയി, മുന്നോട്ട് പോകാനുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് അവിടെ നിന്ന് കിട്ടി. പിന്നീട് ഏകദേശം ഒരു 5-6 മാസത്തോളം എനിക്കൊരു സമയം കിട്ടി, പ്രിപ്പയർ ചെയ്യാനുള്ള സമയം കിട്ടിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്ത് ഏകദേശം എനിക്ക് തോന്നുന്നു 2022 തുടക്കകാലത്തായിരുന്നു അതിൻ്റെ സെക്കൻഡ് സ്റ്റേജ് എക്സാം വന്നത്. ആ എക്സാം ഞാൻ പോയി എഴുതി. ബാംഗ്ലൂർ വെച്ചിട്ടായിരുന്നു എക്സാം. അത് പോയി എഴുതി ആ ലിസ്റ്റ് ക്ലിയറായി. അങ്ങനെ ആ ലിസ്റ്റ് ക്ലിയറായി. അടുത്തത് ഒരു സ്റ്റേഷൻ മാസ്റ്റർ ആയതുകൊണ്ട് തന്നെ അതിന് സൈക്കോമെട്രിക് ടെസ്റ്റ് ഉണ്ടായിരുന്നു. സൈക്കോമെട്രിക് ടെസ്റ്റ് എഴുതി. സൈക്കോമെട്രിക് ടെസ്റ്റ് ക്ലിയറായി. അതിനുശേഷം മെഡിക്കൽ ഉണ്ടായിരുന്നു. മെഡിക്കലി ക്ലിയറായി. അങ്ങനെയാണ് എൻ്റെ ഒരു യാത്ര എന്ന് പറയുന്നത്. പ്രധാനമായിട്ട് RRBക്ക് 3 സബ്ജക്റ്റുകളാണുള്ളത്. ഒന്ന് റീസണിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ്, പിന്നൊന്ന് ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, പിന്നൊന്ന് ജനറൽ അവയർനെസ്. അതിൽ റീസണിങ് എന്ന് പറഞ്ഞ സബ്ജക്റ്റ് ഞാൻ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിരുന്നത്. ഞാൻ ഒരു ഫാക്കൽറ്റി കൂടി ആയിരുന്നുകൊണ്ട് എനിക്കത് എളുപ്പമായിട്ട് തോന്നി. പിന്നീട് ഉണ്ടായിരുന്നത് QA ആണ്. QAയും ഞാൻ ബാങ്ക് പ്രിപ്പറേഷനൊക്കെ നടത്തിയിരുന്നു. ബാങ്ക് കോച്ചിങ്ങിന് പ്രിപ്പറേഷനൊക്കെ നടത്തിയ കാരണം എനിക്ക് QA എളുപ്പമായിരുന്നു. പിന്നെ എനിക്ക് പഠിക്കേണ്ടിയിരുന്നത് ജനറൽ അവയർനെസ് ആയിരുന്നു. ജനറൽ അവയർനെസ്സിന് വേണ്ടി ഞാൻ നല്ല രീതിയിൽ സമയം ചെലവഴിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് എനിക്ക് പരീക്ഷ വലിയ പ്രയാസം കൂടാതെ എഴുതിയെടുക്കാനായിട്ട് പറ്റിയത്. ഒരു ദിവസം ഏകദേശം ഒരു 5 മണിക്കൂറിന് മുകളിൽ ഞാൻ പഠിക്കുമായിരുന്നു. വെളുപ്പിനെ ഒരു 5 മണിക്കൊക്കെ എഴുന്നേക്കും. അതൊരു രാവിലെ ഒരു 7-8 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. പിന്നെ അതിനുശേഷം ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ റീസണിങ്ങിൻ്റെ ഒരു ഫാക്കൽറ്റി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ക്ലാസ് എടുക്കാൻ പോകും. ക്ലാസ് എടുത്തിട്ട് വന്നിട്ടാണെങ്കിലും ഗ്രൂപ്പ് സ്റ്റഡി വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പോൾ ഗ്രൂപ്പ് സ്റ്റഡി ചെയ്യുമായിരുന്നു. ദിവസം എങ്ങനെ പോയാലും ഒരു 6-7 മണിക്കൂർ അങ്ങനെ പഠിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഗുണം എനിക്ക് സ്വാഭാവികമായിട്ടും കിട്ടിയിട്ടുണ്ട്. ഞാൻ RRB പ്രിപ്പയർ ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു കോവിഡിൻ്റെ ടൈമായിരുന്നു. 2019 നോട്ടിഫിക്കേഷൻ വിളിച്ചത്. 2020 തുടക്കത്തിൽ 2019 അവസാനം തന്നെ ഇതിൻ്റെ എക്സാം നടക്കുമെന്നുള്ളൊരു അവസ്ഥയിലാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന് ഏകദേശം ഒരു 1.5 വർഷം എക്സാം ഒന്നും നടക്കാതെയായി. അതിനുശേഷം 2021 തുടക്കത്തിൽ ഒരു മാർച്ചൊക്കെ ആയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഫസ്റ്റ് എക്സാം കഴിഞ്ഞു. 4-5 മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ റിസൾട്ട് വരികയും രണ്ടാമത്തെ എക്സാം വരികയും ചെയ്തു. അതിനുശേഷം 2 മാസത്തിന് ശേഷം സൈക്കോമെട്രി എക്സാം ഉണ്ടായിരുന്നു. അതിനുശേഷം ഒരു മാസത്തിനുള്ളിൽ തന്നെ അതിൻ്റെ മെഡിക്കൽ എക്സാമും ഉണ്ടായിരുന്നു. ഏകദേശം എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കമ്പയറിംഗ് ടു PSC വെച്ച് ഞാൻ കമ്പയർ ചെയ്ത് പറയുമല്ല, എന്നാലും ഫാസ്റ്റായിട്ടുള്ളൊരു പ്രോസസ്സായിരുന്നു RRBയുടെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത്. ഏകദേശം എക്സാം എല്ലാം കഴിഞ്ഞൊരു 1.5 വർഷത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റി. മറ്റ് എക്സാംസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് RRBയുടെ ഒരു സ്പെഷ്യാലിറ്റി ആയിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ, ഞാൻ PSCക്ക് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനതിൽ 2018 KSFE അസിസ്റ്റൻ്റ് ലിസ്റ്റിലുണ്ടായിരുന്നു. അതിലെനിക്ക് റാങ്ക് ഇച്ചിരി പുറകിലായിരുന്നു, കിട്ടിയില്ല. ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാതെ പോയി. അതിനുശേഷം 2022 നടന്ന എക്സാമിൽ, അതായത് സപ്ലൈകോഡ് എക്സാമിൽ ഞാൻ ലിസ്റ്റിലുണ്ടായിരുന്നു. നല്ല റാങ്ക് ഉണ്ടായിരുന്നു, ആദ്യത്തെ 7 റാങ്കിലുണ്ടായിരുന്നു. അതിൻ്റെ അപ്പോയിൻമെൻറ്റ് 2022 കഴിഞ്ഞ് ഇപ്പോൾ 2024 അപ്പോയിൻമെൻ്റ് ആയി നിൽക്കുന്നത്. ഏകദേശം 1.5 വർഷം ജോലി കിട്ടാൻ തന്നെ എനിക്ക് സമയമെടുത്തു. അതുപോലെ LDയുടെ ലിസ്റ്റിലുണ്ട്, പക്ഷേ അതും ഇതുവരെ വിളിച്ചിട്ടില്ല. അപ്പോൾ അത്രയും ഒരു ടൈം ടേക്കിംഗ് ആണ് ബാക്കിയുള്ള എക്സാംസ് എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. RRBയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ എക്സാം എഴുതിയത് 2022 അതിൻ്റെ എക്സാം എഴുതിയെങ്കിൽ എനിക്ക് ജോലി കിട്ടാനായിട്ട് അതിനുശേഷം ഒരു 6 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ജോലിയിലേക്ക് എത്താൻ പറ്റി. ഇപ്പോൾ ഏകദേശം ഒരു 8 മാസത്തിന് മേലെയായിട്ട് ഞാൻ RRBയുടെ അല്ലെങ്കിൽ റെയിൽവേയുടെ ശമ്പളം മേടിക്കുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റെയിൽവേയുടെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ്. ഇനി ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഒരു ജോലി കിട്ടുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ നമ്മൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും അത് നമുക്ക് നേടിയെടുക്കാൻ പറ്റും. എന്നെ സംബന്ധിച്ച് പറയുവാണെങ്കിൽ ഒത്തിരി സെറ്റ് ബാക്ക് എനിക്ക് അതിൻ്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഞാൻ പിന്മാറി പോയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥാനത്ത് ഒരിക്കലും നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. ഒരു ജോലി കിട്ടിയതിൻ്റെ പേരിൽ ഒത്തിരി അഡ്വാൻറ്റേജ്, അതിൻ്റെ ഒത്തിരി പ്രിവിലേജ് ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട്. അത് എൻ്റെ മുഖത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും. അത്രയും സന്തോഷത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ നിന്ന് എനിക്ക് ഇത്രയും പറയാൻ സാധിക്കുന്നത്. ഇപ്പോൾ ആരെങ്കിലുമൊക്കെ ഒത്തിരി കഷ്ടപ്പെട്ട് പ്രിപ്പയർ ചെയ്തിട്ട് ലിസ്റ്റിൽ നിന്ന് വിളിക്കുന്നില്ല, അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് മടുത്ത് പോകാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അത് നഷ്ടം നിങ്ങൾക്ക് തന്നെ ആയിരിക്കും. നിങ്ങൾ പഠിക്കുക. നമ്മളെ കുറ്റം പറയാൻ ഒത്തിരി പേര് കാണും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒരു ജോലി നേടിക്കഴിയുമ്പോഴത്തേക്ക് ആ കിട്ടുന്ന സന്തോഷം, നമ്മുടെ വീട്ടുകാരുടെ സന്തോഷം,
നാട്ടുകാർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിമാനം ഒക്കെ വേറെ ലെവലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ ഇപ്പോൾ ഒന്ന് ഓർക്കുക. ഇപ്പോൾ ഒന്ന് ഓർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ആ ഒരു മോട്ടിവേഷനിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഞാനൊരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ്. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ആ സ്ട്രഗിൾ ചെയ്തിട്ടും ഞാനൊന്ന് മുന്നോട്ട് പോകാൻ ശ്രമിച്ചുകൊണ്ട് എനിക്ക് ഇപ്പം എത്തി നിൽക്കാൻ പറ്റിയത്, ഒരു നല്ലൊരു പൊസിഷനിൽ എത്താൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഇപ്പോൾ പ്രിപ്പയർ ചെയ്യുന്ന ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. ഉറപ്പായിട്ടും നമ്മൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചാൽ നമുക്കൊരു വിജയത്തിലേക്ക് എത്താൻ പറ്റും. ഈ ഒരു ജോലിയിലേക്ക് എത്താനായിട്ട് IBS എന്ന സ്ഥാപനം എന്നെ ഒത്തിരിയേറെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് അവരുടെ ജി കെക്കകത്ത് കറണ്ട് അഫയേഴ്സ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതിലേക്ക് എല്ലാ ദിവസവും ഇവിടുത്തെ ഫാക്കൽറ്റീസ് നമുക്ക് കുറേ നോട്ട് ഉണ്ടാക്കി തരുമായിരുന്നു. നമുക്കത് റെഫർ ചെയ്യാനും പഠിക്കാനും ഒക്കെ വളരെ വളരെ എളുപ്പമായിരുന്നു. അതുപോലെ ഹിന്ദു ന്യൂസ് പേപ്പർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളത് വായിക്കുമായിരുന്നു. അത് വെച്ചിട്ട് നമ്മൾ നോട്ട് പ്രിപ്പയർ ചെയ്യുമായിരുന്നു. അതൊക്കെ നമുക്ക് ഒത്തിരി ഹെൽപ്ഫുൾ ആയിരുന്നു.